ഒരു ലിറിസിസ്റ്റ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഷൈൻ ചെയ്യുന്ന പിസ്ത എന്നുള്ള പാട്ടാണ്. അതെങ്ങനെയാ സംഭവിച്ചത്? പ്രേമത്തിൽ പറയാം ശംഭു ഒരു പാട്ട് പാടറാ എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു എൻ്റെ അടുത്തും. നമ്മൾ വട്ടം കൂടി ഇരിക്കുമ്പോൾ പാട്ട് പാടി എൻ്റർടൈൻ ചെയ്യാന്നുള്ളൊരു പരിപാടി ഉണ്ട്. എൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. സ്ഥിരമായിട്ട് ഞാൻ പാടുന്ന പാട്ടുകളിൽ ഒന്നായിരുന്നു പിസ്ത സുമാക്കറ ജഗതി ചേട്ടൻ്റെ മറ്റേ പടത്തിനകത്ത്. നമുക്ക് അത്രേ അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തിൻ്റെ എഡിറ്റിങ്ങിന് നടക്കുന്ന സമയത്ത് ഒരു ദിവസം അവിടെ ചെല്ലുമ്പോൾ അൽഫോൺസും രാജേഷും ആകെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇതിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഇതായിട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് കട്ട് കഴിഞ്ഞപ്പോഴേക്കും നാക്കുമുക്ക് വെച്ചാണ് ആ പോർഷൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അൽഫോൺസ്. അപ്പോൾ ഈ എനർജിയുള്ള പാട്ട് വേണം, ഇതിൻ്റെ മേളിലേക്ക് ചിന്തിച്ചാൽ മതി രാജേഷ് എന്നൊക്കെ പറഞ്ഞ് രാജേഷ് പോയിരുന്ന് പണിയാണിരുന്നു. അങ്ങനെ രാജേഷ് പണിഞ്ഞ് ഈ തനനയൊക്കെ ആയിട്ട് ഈ തമിഴ് എഴുതാൻ കൊടുത്ത് തമിഴ് ലിറിക്സ് വന്നിട്ടാണ് ഇവർ ഇത് നടക്കില്ല എന്നുള്ള മട്ടിലിരിക്കുന്നത്. പെട്ടെന്ന് അൽഫോൺസ് ചേട്ടാ നീ ജഗതി ചേട്ടൻ്റെ പിസ്ത സുമാക്കിറ പാടാറില്ലേ, അതൊന്ന് പാടി നോക്കി ഇതിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞു. ഞാൻ എന്നെ 4 വരി അങ്ങോട്ട് പാടിയപ്പോൾ 2 പേരും ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റ്, ഇത് മതി എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മളേ ഉള്ളൂ, ബാക്കി നീ എഴുതിക്കോ. ഞാനിത് തന്നെ ഇത് എന്ത് എഴുതാനാ എന്ന് പറഞ്ഞത്. നീ എന്ത് വേണമെങ്കിലും എഴുതിക്കോ, ഒറ്റ കാര്യം മനസ്സിൽ വെച്ചാൽ മതി, ഒരർത്ഥം ഉണ്ടാവാൻ പാടില്ല. ഡയറക്ടറൊക്കെ ഡെസ്കിലൊക്കെ ഇതൊക്കെ എഴുതിയിട്ട് ഇവന്മാർക്ക് അയച്ചു കൊടുത്തു, പാടി അയച്ചു കൊടുത്തു. അപ്പോഴേക്കും ഇത് 2 പേര് കേട്ടിട്ട് അവർ ഓക്കെയാണ്, നമ്മൾ നാളെ റെക്കോർഡിങ്ങിന് പോകുന്നു, ഫൈനൽ നീ തന്നെ പാടുന്നു പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഞാനൊരു പാട്ട് പാടി എൻ്റെ അകത്ത്. എൻ്റെ ഫസ്റ്റ് ഞാൻ ആദ്യം സിനിമയിൽ പാടുന്ന പാട്ട് ഇതല്ല, അതിൽ ഈ തക എന്നുള്ള പാട്ടുണ്ട്. അതും ഭയങ്കര ഇതാണ്. അതായത് അതിൻ്റെ റൈറ്റർ സന്തോഷേട്ടനാണ്. സന്തോഷേട്ടൻ ലിറിക്സ് ചെയ്ത്. അപ്പോൾ ഇത് രാവിലെ തൊട്ട് ഇടും തക ഇങ്ങനെ ഇത് ചെയ്തിരിക്കും. അപ്പോൾ ഇത് ലിറിക്സ് എഴുതി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ രാജേഷ് ഇത് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് തക ചുവട്ടടിത്താളമുണ്ട് തകൃതിയിലട്ടപ്പുകൾ ഉറപ്പിച്ച് കലി പട്ടനീല മട്ടിപ്പുട്ടി വിറപ്പിച്ചിടണം ജഗത്തിൻ്റെ കുട്ടി പറത്തിയിടണം. ഇതാണ് ഫസ്റ്റ്. ഇവൻ എങ്ങനെ നോക്കിയിട്ട് ഇത് വായിക്കാൻ പറ്റുന്നില്ല. ഇത് ഇത്ര ഇതായിട്ട് എഴുതി കൊടുത്തിരിക്കുക. അപ്പോൾ ഇത് വന്നിട്ട് ഒരു പ്രശ്നമുണ്ട്, ലിറിക്സ് വന്നു എന്ന് പറയണം. അപ്പോൾ ലിറിക്സ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാനിതിപ്പോൾ ഇങ്ങനെ വായിച്ച പോലെ ഞാൻ വായിച്ചപ്പം ഇതാ ഇങ്ങനെയാണല്ലോ ഇത് വായിക്കണ്ടേ. പിന്നെ അല്ലാണ്ട് ഞാനിത് അർത്ഥവും പറഞ്ഞു കൊടുത്തു. ഇതാണ് അളിയാ നീ തന്നെ ഇത് പാടിക്കോ, ഇനിയിപ്പോൾ വേറെ ആളെ വിളിച്ച് ഞാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അതും എൻ്റെ പെടലേക്ക് വെച്ച് അത് ഞാൻ പാടി. അങ്ങനെയാണ് ഞാൻ സിംഗർ ആവാനുള്ള പ്രധാന കാരണം സന്തോഷേട്ടൻ്റെ ലിറിക്സും അത് വായിക്കാറുണ്ടാത്ത രാജേശ്വരി. ഫുൾ ക്രെഡിറ്റ്. അതെ, സാഹചര്യമാണ് മനുഷ്യരെ പാട്ടുകാരനാക്കുന്നതെന്ന് പറയില്ലേ, അങ്ങനെ ആയതാണ് ഞാൻ. അങ്ങനെ സാഹചര്യത്തിൽ ആവാൻ പോവാട്ടോ. അങ്ങനെ എഴുതി ഡനക്കിനൊക്കെ ഡെസ്കിനൊക്കെ ഡേ എന്ന് പറഞ്ഞ് എഴുതി അയച്ചു കൊടുത്ത് ഇതിൻ്റെ ഇത് ഓക്കെ അത് ഫില്ല് ചെയ്ത് ഇതിനടുത്ത് മറ്റേ അരക്കറക്കറ മുക്കാൻ പാട ലോട്ടെ ലാട്ടി മരുന്ന് കണക്കിന് വാറ്റിയെടുത്ത് പിസ്താസുമാക്കിറ സോമാറി ഇതൊക്കെ എഴുതിയിട്ട് ഞാൻ ഇവന്മാരൊക്കെ പറഞ്ഞു എനിക്ക് എടാ നിനക്കൊക്കെ പ്രാന്താണ് എന്താ പറയാ, എടാ നിനക്ക് മനസ്സിലായില്ല, നന്നായിട്ടുണ്ട്.